വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ്സിൻ്റെ ഈ സീരീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പന്തളം കടക്കാട് ദേവീക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ സീരീസിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റും അതിലുപരി വ്യത്യസ്തമായ രീതിയിലുമാണ് ഈ ഒരു ഓഡിറ്റോറിയം വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഒന്നിച്ച് കാണാം. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റാണ്. രണ്ട് ടൈപ്പ് റൂഫിംഗ് ഷീറ്റുകളാണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് GI, ഒന്ന് അലൂമിനിയം. അതിലെ അലൂമിനിയത്തിൽ 0.50 mm എന്ന തിക്നെസ്സിലുള്ള വ്യത്യസ്തമായൊരു കളർ ഉപയോഗിച്ചുള്ളൊരു ഷീറ്റാണ് ഈ ഒരു ഓഡിറ്റോറിയം വർക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യസ്തമാക്കുന്നത് അതിലുപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചറൽ മെറ്റീരിയലാണ്. നോർമൽ 100x50 എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉപരി 120x61 എന്ന 5x2.5 ഒരു സ്ക്വയർ ട്യൂബ് ഏകദേശം ഒരു 30 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു സ്ക്വയർ ട്യൂബ് സെക്ഷനാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു രണ്ട് റീസൺ കൊണ്ട് തന്നെ ഈ ഒരു വർക്കിനെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ എന്നതിന് ഏറ്റവും അനുയോജ്യമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വർക്കിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിസ്സാരം ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വർക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായി തന്നെ ഈ 5x2.5 എന്ന ഒരു സ്ക്വയർ ട്യൂബിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് 3x1.5 സ്ക്വയർ ട്യൂബിൽ അതിന് പള്ളിങ്ങായി 2x2 എന്ന ഒരു തികച്ചൊരു ഹെവി സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു വൈഡ് വീതിയിലുള്ള ഇടയ്ക്ക് യാതൊരു സപ്പോർട്ടിങ് പില്ലേഴ്സും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു വർക്ക്, അതുകൊണ്ട് തന്നെ അതിനെ വളരെ വ്യത്യസ്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഉള്ള ഗ്രില്ല് വർക്ക്, നോർമൽ മാർക്കറ്റിൽ റെഡിമെയ്ഡ് ഗ്രില്ലുകൾ പല ടൈപ്പ് മെറ്റീരിയൽ ഉള്ളപ്പോഴും ഈ ഒരു GP സ്ക്വയർ ട്യൂബിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ തിക്നെസ് കുറഞ്ഞ 1x1.5 ഇഞ്ച് തിക്നെസ്സിലുള്ള സ്ക്വയർ ട്യൂബിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഗ്രിൽ വർക്കുകൾ, അതിൽ ഇതിൻ്റെ വിൻഡോസിൽ ഉപയോഗിച്ചിരിക്കുന്ന അത് കണ്ടാൽ നമ്മൾ ഒരു വുഡൻ ഫിനിഷിംഗ് പോലെ തോന്നുമെങ്കിലും ഒരു GP 3x1 എന്ന ഒരു GP സ്ക്വയർ ട്യൂബ് സെക്ഷൻ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ബ്ലൈൻഡിങ് സെഗ്മെൻ്റായിട്ട് യൂസ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വർക്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത ഇതിൻ്റെ ഒരു ഫാബ്രിക്കേറ്റർ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ അംഗമായ ഹരിയാണ്. ഇത് ഹരിയുടെ ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പേര് ഹരിശ്രീ എഞ്ചിനീയറിംഗ് വർക്ക് പന്തളം. ഹരിശ്രീ എഞ്ചിനീയറിംഗ് വർക്ക് പന്തളം. ഹരിയെപ്പറ്റി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2018 മുതൽ 2018 എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഈ ഒരു റൂഫിംഗ് വർക്കിൻ്റെ ബേസിൽ സ്റ്റാർട്ടിങ് നമ്മുടെ കോട്ടക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അന്ന് തൊട്ട് ഇപ്പോൾ 2023 വരെ നല്ലൊരു ബന്ധം നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒട്ടനവധി സൈറ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു വർക്കിൻ്റെ ഹരിയുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചാലഞ്ചസ് എന്താണ്? ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ക്ഷേത്രം കൂടെയാണിത്. അപ്പം ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്കിതൊരു അഭിമാന വർക്കായിരുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചത് ചെയ്തു. അങ്ങനെ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. വളരെ ഭംഗിയായിട്ട് തന്നെ അത് തീർത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡ്രോയിങ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ വ്യത്യസ്തമായിട്ട് ഒരു അളവാണ് ഇതിൻ്റെ സ്ട്രക്ചർ 5x2.5. അതിൻ്റെ മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ ഇവിടുത്തെ പല പ്രമുഖ ഷോപ്പുകളിലും കറങ്ങി ചെയ്യിച്ച് അവിടെ ഒന്നും ഇങ്ങനെ ഒരു സാധനം അവരില്ലെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ കോട്ടക്കലുമായിട്ട് അങ്ങനെയാണ് നമ്മുടെ കടയായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അറിയുന്നത്. ഓക്കെ. അന്ന് തൊട്ട് അപ്പം ആ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് അന്നേരം തന്നെ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്തു. അങ്ങനെ അന്ന് തൊട്ട് 5 വർഷമായിട്ട് കോട്ടക്കലുമായിട്ട് ഒരു ആത്മബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഒരു വർക്കിന് ഈ വർക്കിങ്ങിൻ്റെ പീരീഡ് എത്ര നാളെടുത്ത് ഈ ഒരു വർക്ക് റൂഫിംഗ് സെഗ്മെന്റ് തീർക്കാൻ? ഏകദേശം 2 മാസത്തോളം. 2 മാസം നമ്മൾ മെയിൻ സ്ട്രക്ചർ ഷീറ്റിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് 24 അടിയാന്ന് തോന്നുന്നു യൂസ് ചെയ്തേക്കുന്നത്. അല്ല, എൻ്റെ ഓർമ്മ 24 അടി ജോയിൻറ്റ് വെച്ച് 24-10 യൂസ് ചെയ്ത് 10 വെച്ച് 0.50 mm ഷീറ്റ് വെച്ച് ചെയ്തേക്കുന്നത്. ഈ നോർമൽ നമ്മൾ വീടുകൾക്ക് ഉപയോഗിക്കുന്ന 4.6-50 മാറുമ്പം അത് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും? ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്ക് മുകളിൽ നിന്ന് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു സേഫ്റ്റി തോന്നും.
ശരിക്കും അലൂമിനിയം ആകുമ്പോൾ വീടുകളിൽ പോലും 50 എന്ന് പറയുന്നത് ഒരു സജസ്റ്റബിൾ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ശരിക്കും ഈ GI അലൂമിനിയം ഏതായിരിക്കും കുറച്ചും കൂടി ഹരി പ്രിഫർ ചെയ്യുന്നത് വീട്ടുകാരുടെ അടുത്ത് പോലും? നമ്മൾ ചെയ്യുന്നതിൽ 90% വർക്കുകളും അലൂമിനിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അലൂമിനിയത്തിൽ തന്നെ നമ്മൾ മാക്സിമം ഒരു ക്ലയൻറ്റിനെ കണ്ടാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കും അലൂമിനിയത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ GIയിലോട്ട് മാറും. ഇപ്പം പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നി ചോർച്ച മാറാൻ വേണ്ടി മാത്രം റൂഫിംഗ് ഉപയോഗിക്കും. ഇപ്പം അതിലുപരി ഭംഗി എന്നൊരു സാധനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് നൽകി ഉള്ള ഒരു വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആദ്യം തന്നെ അവർ റൂഫും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പുതിയ വീടുകൾക്ക് ഒന്നെങ്കിൽ സെറാമിക് ടൈല് അല്ലെങ്കിൽ ഷിംഗിൾസ് എന്നൊരു പ്രൊഡക്റ്റ് റിനോവേഷനൊക്കെ വരുമ്പോൾ ടൈൽ ഷീറ്റ് പോലുള്ള വരുന്ന വർക്കുകളും. അതുപോലെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജ് ചെയ്തേക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടാണ്. സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വി ബോർഡ് വെച്ചിട്ടാണ്. ഈ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് വി ബോർഡാണ്. ഫ്രണ്ട് ഭാഗം ഫുള്ളും അതിൻ്റെ പില്ലറും നമ്മൾ വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് വി ബോർഡാന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇത് കംപ്ലീറ്റ് വി ബോർഡാണ്. എത്ര mm തിക്നെസ് ഉള്ളത്? നമ്മൾ പില്ലർ കൊടുത്തേക്കുന്നത് 12 mm വി ബോർഡാണ്. ഈ രണ്ട് സൈഡിലെ പില്ലർ 12 mm വെച്ചിട്ട് 4 ചുറ്റും കവർ ചെയ്തേക്കുക. ഓക്കെ. സ്ക്വയർ ടു ഫ്രെയിം അടിച്ചുകൊണ്ട് അത് നമ്മൾ 12 mm വി ബോർഡ് വെച്ച് പില്ലർ കവർ ചെയ്തേക്കുന്നു. ഓക്കെ. ഈ ഫ്രണ്ട് ചെയ്തേക്കുന്നത് 8 mm വി ബോർഡ്. അതും നമ്മൾ ഇത് GP തന്നെ സ്ട്രക്ചർ ചെയ്ത് 8 mm സ്ക്രൂ ചെയ്തേക്കുകയാണ്. അത് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു കട്ടയൊക്കെ ഇട്ട് തേച്ച് എനിക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നത് അതേ ഒരു ഫീലിംഗ് തന്നെ. അത് ഇതെല്ലാം നമ്മൾ ഈ എഞ്ചിനീയറിന് അവർ ഫുൾ പ്ലാൻ ഈ വർക്ക് കംപ്ലീറ്റ് അവരുടെ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു ഐഡിയ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതാണ്. ഡിസൈന്, സ്റ്റേജ്, ബാക്കിയെല്ലാം നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഡിസൈൻ ഇതെല്ലാം നിങ്ങൾ ഓക്കെ വളരെ ഭംഗിയായ ഡിസൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വളരെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും. അപ്പം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യാൻ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കുക. വീണ്ടും അടുത്തൊരു വ്യത്യസ്തമായ റൂഫിംഗ് വർക്കുകളുമായി കാണുന്നതിനും വരെ ബൈ.